അവരുടെ ലേണിംഗ് സ്റ്റൈലും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർക്ക് നോട്ട് എഴുതി പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഉറക്കെ പറഞ്ഞു പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലവർക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം കാണുമ്പോഴായിരിക്കും അവർക്ക് പഠിക്കാൻ ഇഷ്ടം. അങ്ങനെ പല പല ലേണിംഗ് സ്റ്റൈലായിരിക്കും കുട്ടികളിൽ ഉണ്ടാവുന്നത്. ഇതിനെ സയൻറ്റിസ്റ്റ് കാറ്റഗറൈസ് ചെയ്തതാണ് VAK എന്ന് പറയുന്നത്, വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക്. ഈ ഒരു വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മളിൽ ഏതാണ് ഡൊമൈനായിട്ട് നിൽക്കുന്നത്. നമുക്ക് കണ്ടാണോ പഠിക്കാൻ പറ്റുന്നത്, നമുക്ക് കേട്ടാണോ പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് എഴുതി പഠിക്കുമ്പോഴാണോ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ലേണിംഗ് സ്റ്റൈൽ, ഏതൊരു ലേണിംഗ് സ്റ്റൈലാണ് നമ്മളുടെ ഡൊമൈനായിട്ട് ഇരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനെയർ നമുക്കുണ്ട്. ഈ VAKക്ക് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, VAK ലേണിംഗ് സ്റ്റൈൽ ക്വസ്റ്റ്യനെയർ. ഇതിനകത്ത് നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെയർ ആണ്. ഇതുവഴി നമുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ഏതാണ് നമ്മളുടെ ഡൊമൈനായിട്ട് നിൽക്കുന്നത്. നമ്മളിത് കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു ലേണിംഗ് സ്റ്റൈൽ യൂസ് ചെയ്ത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് അതിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്ത് അത് കൂടുതലും ആ ഒരു ലേണിംഗ് സ്റ്റൈൽ യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ ഏത് ടെക്നിക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏത് ലേണിംഗ് സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ VAK ടെക്നിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഫസ്റ്റ് V സ്റ്റാൻഡ്സ് ഫോർ വിഷ്വൽ. ഇതിനകത്ത് വ്യക്തികൾ, ഓരോ വ്യക്തിയും പഠിക്കുന്നത് എങ്ങനെയാണ്, കൂടുതലും അവരുടെ പൊട്ടൻഷ്യൽ വരുന്നത് അവർ ഇമേജസ് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഡയഗ്രാം കാണുമ്പോൾ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് കാണുമ്പോഴൊക്കെ ആയിരിക്കും. അങ്ങനെ വിഷ്വലി അവർ കാണുമ്പോഴായിരിക്കും അവർക്ക് പെട്ടെന്ന് അവർക്ക് ഇൻഫർമേഷൻ റിമെമ്പർ ചെയ്യാനോ റീഗെയിൻ ചെയ്യാനോ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസ് പഠിപ്പിക്കുകയാണ്. ഫോട്ടോസിന്തസിസ് നമുക്ക് പഠിപ്പിക്കുമ്പോൾ അത് വെറുതെ പറഞ്ഞു പോകുന്നതിലും നല്ലതായിട്ട് നമുക്ക് ഒരു ഫ്ലോ ചാർട്ടിലൂടെ അതിൻ്റെ ഒരു പ്രോസസ്സ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അപ്പം ആ ഒരു രീതിയിലൂടെ ആ ഒരു ടെക്നിക്കിലൂടെ നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു വിഷ്വൽ കാറ്റഗറിയിലേക്കായിരിക്കും വരുന്നത്. അടുത്തതാണ് ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈൽ. ഈ ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈലിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചിലവർക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് തലയിലിരിക്കണമെങ്കിൽ നമ്മൾ ചിലവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴായിരിക്കും നമുക്കിത് കുറച്ചും കൂടി ഇൻഫർമേഷൻ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ലിസൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോഴോ ആയിരിക്കും നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അതിനെയാണ് നമ്മൾ ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഡിസ്കഷൻസിൽ നമ്മൾ ഏർപ്പെടുമ്പോഴായിരിക്കും, ലെക്ചേഴ്സ് എടുത്തു കൊടുക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഓഡിറ്ററി മെറ്റീരിയൽസ് കേൾക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നമ്മൾ ബെറ്റർ ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ റീഗെയിൻ ചെയ്യാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്നത്. അടുത്തതാണ് കിനസ്തെറ്റിക് ലേണിംഗ്. ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ മൂവ്മെൻറ്റ് വഴിയായിരിക്കും, അതിനകത്ത് നമ്മൾ കൂടുതലും എഴുതി പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ്സ് വരുന്ന ടാസ്കിലൂടെ ഒക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും ഈ കിനസ്തെറ്റിക് ലേണിങ്ങിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ചിലവർക്ക് ഇപ്പോൾ കെമിസ്ട്രി ലാബിൽ ടീച്ചർ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ലായിരിക്കും, എന്നാൽ അവർ എക്സ്പെരിമെൻ്റ് ആയിട്ട് അത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കുന്നത്, എഴുതി പഠിക്കുന്നതും ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്, ഇതിനൊക്കെയാണ് നമ്മൾ കിനസ്തെറ്റിക് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ നിങ്ങളിൽ ഏത് ലേണിംഗ് സ്റ്റൈലാണ് ഡൊമൈൻ ചെയ്ത് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഏത് സ്കെയിലാണോ നമ്മളിത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും. അത് യൂസ് ചെയ്ത് നിങ്ങളിൽ ഏതാണ് ഡൊമൈനായിട്ട് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. പിന്നീട് ഫ്യൂച്ചറിലേക്ക് ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ യൂസ് ചെയ്ത് പഠിക്കാനും മറ്റു കാര്യങ്ങളുമായിട്ട് ഉപയോഗിക്കുക. താങ്ക് യു.